guys, welcome back to #MNB Vibes. ഗൈസ്, നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ പണ്ടത്തെ കാലത്ത് രാജാവ് രാജ്ഞിയൊക്കെ താമസിച്ച സ്ഥലത്തുനിന്ന് പോവുക, അന്ന് കാണുക, അതൊന്ന് ആ ഒരു ഫീലിംഗ് നമ്മൾ എടുക്കുക എന്നുള്ള അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പൊ വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടെ ഒരുമിച്ച് ഞങ്ങൾ 3 പേരും കൂടെ, എൻ്റെ വൈഫും എൻ്റെ കൊച്ചും ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. മനാഗലുണ്ടാവുന്ന ഏകദേശം 20 minutes റൈഡുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പം പോകുന്നത്. സ്ഥലത്തിന്റെ പേരാണ് കാസ്റ്റൽ ലെസ്ലി. ഈ കാസ്റ്റൽ ലെസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്ലൂത്ത് എന്ന് പറഞ്ഞൊരു ചാമിങ് വില്ലേജിൽ പെടുന്ന ഒരു സ്ഥലമാണ് ഈ കാസ്റ്റൽ ലെസ്ലി. ഇത് ഗ്ലാസ്ലൂത്ത് എന്ന് പറഞ്ഞാലും കൗണ്ട് ചെയ്യുന്ന മനാഗൻ തന്നെയാണ് കേട്ടോ. അയർലാൻഡിലെ ഏറ്റവും ലാസ്റ്റ് ഗ്രേറ്റ് കാസ്റ്റലിൽ ഒന്നാണ് ഈ കാസ്റ്റൽ ലെസ്ലി, അതായത് ലെസ്ലി ഫാമിലി ഹോൾഡ് ചെയ്യുന്ന ഈ കാസ്റ്റൽ. ഏകദേശം 1000 ഏക്കറിൽ വിത്ത് റോളിംഗ് പാർക്ക്ലാൻഡ്, വുഡ്ലാൻഡ് ആൻഡ് ലേക്സ് ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് ഒരു വിക്ടോറിയൻ എലിഗൻസും ആൻഡ് മോഡേൺ ലക്ഷറിയും നമുക്കൊരു പീസ്ഫുൾ റിട്രീറ്റും തരുന്ന ഒരു അടിപ്പം കാസ്റ്റലായിരുന്നു ഈ കാസ്റ്റൽ ലെസ്ലി. അവിടെ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ എൻട്രി തന്നെ നമുക്ക് കാർ പാർക്കൊക്കെ കിട്ടും. കാർ പാർക്ക് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് കാണുന്നതാണ് ഒരു റെസ്റ്റോറൻറ്റ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ നമ്മൾ കയറി കഴിഞ്ഞ് ഇവിടുത്തെ കംപ്ലീറ്റ് ഗൈഡും, അതായത് ഈ കാസ്റ്റൽ ലെസ്ലി എസ്റ്റേറ്റിന്റെ കംപ്ലീറ്റ് ഗൈഡ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതാണ് ഗൈസ് ഇപ്പൊ ഞാൻ ഈ ഗൈഡ് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറെ ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. റെഡ് ഏരിയ, യെല്ലോ ഏരിയ, ഗ്രീൻ ഏരിയ. അതായത് ഇത് ഈ ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടെ നടക്കാൻ പറ്റും, ഇതിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല, ഇതിൽ എൻട്രി ഇല്ല എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് വണ്ടർ അടിച്ചു കേട്ടോ. കാരണം ഇത്ര നന്നായിട്ട് മാപ്പ് മനസ്സിലാക്കാൻ അറിയാമെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ ആരായിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, സെന്റ് സാൽബറ്റോസ് ചർച്ച്. അവിടെ ആ ഒരു എൻട്രി തന്നെ, അതിൻ്റെ ഒരു എലിഗൻസ്, അതിൻ്റെ ഒരു ബ്യൂട്ടി, അത് ഭയങ്കര വ്യത്യസ്തമായിട്ടായിരുന്നു കേട്ടോ. കാരണം സാധാരണ പള്ളിയിലൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ കുരിശും മാതാവോ ഈശോയും ഒക്കെ കാണുന്നത്. പക്ഷെ ഇവിടെ കയറി ചെല്ലുമ്പോൾ നമ്മളൊരു ടവറിന് മേളിൽ ഒരു ലൈൻ ഇരിക്കുന്നത് കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പള്ളിനെ ഗാർഡ് ചെയ്യുന്ന ഒരു ലൈനായിട്ടാണോ അല്ലെങ്കിൽ എന്താണോ എന്ന് എനിക്ക് അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം അറിയത്തില്ലെങ്കിലും അവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയായതുകൊണ്ട് അത് ഫുൾ എൻജോയ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തൊരു ഗ്രേവ് യാർഡ്, പിന്നെ ഈ പള്ളി തുറന്നല്ലായിരുന്നു കേട്ടോ ആ സമയത്ത്. അതുകൊണ്ട് പള്ളിക്ക് അകത്തൊന്നും പോകാൻ പറ്റിയില്ല. എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റുന്നതാണ് ഒരു വാട്ടർ ടവർ. ഈ വാട്ടർ ടവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വരുന്ന ടവർ എന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. പണ്ടത്തെ കാലത്ത് 1800 ഈ സാധനം ഉണ്ടാക്കിയത് വിത്ത് ഡബിൾ പമ്പ് മെഷീനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായി വെള്ളമാണിത്. ഇത് എന്നാ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാസ്റ്റലിലെ എസ്റ്റേറ്റിലേക്ക് ഈ പമ്പിൽ നിന്നായിരുന്നു വെള്ളം സപ്ലൈ ചെയ്യുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ അവിടെ എല്ലാ ഡയറക്ഷനും കൊടുത്തിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരു കാസ്റ്റലാണ്. അങ്ങനെ ഈ സ്ഥലത്തേക്ക് പോകുമ്പോൾ പിന്നെ മുമ്പോട്ട് അവിടെ നിന്ന് നടക്കുമ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി നല്ല ഗ്രീനറി കംപ്ലീറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കുറേ പൂക്കളും മരങ്ങളും റോഡൊക്കെ നല്ല രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കൊരു ടൂറിസം അല്ലെങ്കിൽ എൻജോയ്മെന്റ് അല്ലെങ്കിൽ ഒരു മനസ്സിന് സന്തോഷം വരുന്ന രീതിയിലുള്ള വഴികളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ വേറൊരു സ്ഥലം കാണാം, അതാണ് വാട്ടർലാൻഡ് പാർക്ക്. ഈ വാട്ടർലാൻഡ് പാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, കാരണം ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഓൺലി കാസ്റ്റൽ ലെസ്ലി ആയതുകൊണ്ട് ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ആ വഴി അവോയ്ഡ് ചെയ്തു. പക്ഷെ ഞാൻ അടുത്ത പ്രാവശ്യം ഇത് വീണ്ടും പോകുമെന്ന് ഉദ്ദേശിക്കും. വീണ്ടും ഞങ്ങൾ പോകുമ്പോൾ ഇത് മൊത്തം കവർ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ കാസ്റ്റൽ ലെസ്ലി ഫാമിലിയിൽ തന്നെ പെടുന്ന സാമി ലെസ്ലി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇപ്പോഴത്തെ ഇതിന്റെ കറണ്ട് കസ്റ്റോഡിയൻ. പുള്ളി ആളടിപൊളിയാണ് കേട്ടോ. കാരണം ഇത്രയും പഴക്കം ചെല്ലുന്ന ഒരു കാസ്റ്റല് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തും നല്ല അടിപൊളിയാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. പോകാൻ പറ്റിയില്ല, കാരണം നമ്മുടെ ഗൂഗിൾ ഗൈഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് വായിച്ചു നോക്കിയപ്പോൾ ഇതിനകത്ത് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ പല ഫ്രണ്ട്സിനോടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഇതിനകത്ത് പോയിട്ടുണ്ടെന്ന്. എന്നാലും കുഴപ്പമില്ല, പുറത്തുനിന്ന് കാണാൻ തന്നെ അടിപൊളിയായിരിക്കും. അപ്പൊ അകത്ത് പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടാവുമല്ലോ. എന്തായാലും പുറത്തുനിന്ന് തന്നെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചു. പക്ഷെ അവിടുത്തെ സറൗണ്ടിങ് ഏരിയയിൽ അവിടെ ഒരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ലേക്കിലേക്ക് ഒന്ന് പോകാൻ ഉദ്ദേശിച്ചു. പക്ഷെ നല്ല മഴയായതുകൊണ്ട് അവിടെ വഴി മൊത്തം നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്ക് ലേക്കിലേക്ക് പോകാൻ ഉദ്ദേശിച്ചില്ല. അവിടെ പക്ഷെ വേറെ കുറെ വഴികളുണ്ട് കേട്ടോ, നമ്മൾ സ്റ്റേബിൾ മ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവിടുത്തെ റെസിഡൻസിന് മാത്രമേ അവൈലബിൾ ഉണ്ടായതുകൊണ്ട് അവിടെയും പോകാൻ പറ്റിയില്ല. എല്ലാം കൊണ്ട് ആകെ തന്നെ ഗുരുമലായി. കംപ്ലീറ്റ് വഴി എന്തായാലും കിട്ടിയില്ല. പോട്ടെ, എന്നാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഗൈഡെല്ലാം തരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ ഏരിയ എല്ലാം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ എൻട്രി ഗേറ്റും
എൻട്രി ഗേറ്റ് ആദ്യം ചെല്ലുമ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കാറിൽ നിന്ന് പോയപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പുറത്തുനിന്ന് വന്ന് പിന്നെയാണ് ഷൂട്ട് ചെയ്തെടുത്തത്. എന്തുകൊണ്ടും നല്ലൊരു ഏരിയയാണ്, നല്ലൊരു റൊമാൻറ്റിക് ഏരിയയാണ്, ഫാമിലിയും കൊണ്ട് പോകാൻ പറ്റുന്ന ഏരിയയാണ്. പിന്നെ വേറെ കുറേ ഹോഴ്സ് റൈഡിങ് വന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അവിടെ. ചിലപ്പോൾ അതിനൊക്കെ പൈസ ഫ്രീ ചെയ്യേണ്ടി വരുമായിരിക്കും, ഫ്രീ അല്ലായിരിക്കും. എന്തുകൊണ്ടാണെങ്കിലും നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു. ഒന്ന് ജസ്റ്റ് പോയി കണ്ടിരിക്കാൻ നല്ലൊരു സ്ഥലം. കാസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മറക്കണ്ട, എവറി സൺഡേ ഞങ്ങൾ വീണ്ടും പുതിയ സ്ഥലമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. #MNB Vibes. താങ്ക് യു.